നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിച്ച ഏറ്റവും അമൂല്യമായതിനെ നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച പ്രാർത്ഥന. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, അലി, നീ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, അല്ലാഹുമ്മ ഹ്ദിനി വസദ്ദിദ്നി, അള്ളാഹുവെ എനിക്ക് നീ ഹിദായത്ത് നൽകണമേ, ആ ഹിദായത്തിന്റെ വഴിയിൽ എന്നെ നീ ഉറപ്പിച്ചു നിർത്തണമേ. എൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് നേടാനുള്ള വഴിയെക്കുറിച്ച് പറയുകയാണ്. ഹിദായത്തിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ലക്ഷ്യസ്ഥാനം നീ മനസ്സിൽ സങ്കല്പിക്കുക. വീണ്ടും പറയുന്നു, ലക്ഷ്യസ്ഥാനം ഉന്നമാക്കി പിടിച്ച അസ്ത്രത്തെക്കുറിച്ചും നീ ആലോചിക്കുക. നമ്മളൊക്കെ ജീവിതത്തിൽ ഓരോ ദിവസവും നിരന്തരമായി അള്ളാഹുവിനോട് ചോദിക്കുന്നതാണ് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, അള്ളാഹു നീ ഞങ്ങളെ നേർമാർഗത്തിലേക്ക് നയിക്കണമേ. പക്ഷെ പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന അതിലേക്ക് എത്തിപ്പെടാൻ നമുക്ക് സാധിക്കാറില്ല. ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളിൽ സമുന്നതനായ ഖുലഫാഉർ റാഷിദുകളിൽപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് ഹിദായത്തിന് വേണ്ടി ചോദിക്കാൻ പറയുമ്പോൾ അതെത്ര ഗൗരവമുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാകും. അതേപോലെ തന്നെ ഹിദായത്തിന് വേണ്ടി ചോദിക്കുമ്പോൾ അത് നേടാനുള്ള വഴിയെക്കുറിച്ചാണ് പിന്നീട് പഠിപ്പിക്കുന്നത്. ലക്ഷ്യസ്ഥാനം മനസ്സിൽ കാണുക. നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഉന്നതമായ ലക്ഷ്യം മനസ്സിൽ സ്വപ്നം കണ്ടുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവിനോട് നാം ചോദിക്കണം. അതേപോലെ തന്നെ ആ ലക്ഷ്യസ്ഥാനത്ത് എത്തിപ്പെടാനുള്ള വഴിയെക്കുറിച്ചും നമുക്ക് ബോധ്യമുണ്ടാവണം, നമുക്ക് അറിവുണ്ടാവണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും പറയുകയാണ്, ഒരു അസ്ത്രത്തെ ഊമിച്ചുകൊണ്ട്. അസ്ത്രം എത്ര കഴിവുറ്റ ആളാണെങ്കിലും അത് ഉന്നമാക്കി പിടിച്ചാലും ചിലപ്പോൾ കാറ്റുകൊണ്ടോ അവന്റെ ദൗർഭാഗ്യം കൊണ്ടോ അത് ഉന്നം തെറ്റിയേക്കാം. നമ്മൾ നിരന്തരമായി കാണുന്നതാണ്. ഹിദായത്തിന്റെ വഴിയിൽ നമുക്ക് എത്തിപ്പെടാൻ അള്ളാഹുവിന്റെ അനുഗ്രഹം ഏറ്റവും പ്രധാനമാണ്. അവസാനമായി പ്രാർത്ഥിക്കുന്നത് അതിൽ ഉറപ്പിച്ചു നിർത്താൻ. പലപ്പോഴും നമ്മൾ ഹിദായത്തിനു വേണ്ടി ചോദിക്കുമെങ്കിലും അതിലേക്ക് എത്തിപ്പെടാനുള്ള ആക്ഷൻ എടുക്കാൻ, കർമ്മങ്ങൾ ചെയ്യാൻ, അമലുകൾ ചെയ്യാൻ നമ്മൾ തയ്യാറാവാറില്ല. തീർച്ചയായിട്ടും ഈ പ്രാർത്ഥന നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ സ്വപ്നം കാണുന്ന ആ ഹിദായത്ത് എങ്ങനെ നേടിയെടുക്കാൻ പറ്റുമെന്നാണ്. ഈ റമളാനിൽ ആത്മാർത്ഥമായി അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുക, അല്ലാഹുമ്മ ഹ്ദിനി വസദ്ദിദ്നി.